हरि ओं श्री गुरुभ्यो नमः। हरि श्री गणपते नमः। विघ्नमस्तु श्री गुरुभ्यो नमः। सदाशिवसमारम्भा शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परा। ഓം ശ്രീ മഹാത്രിപുരസുന്ദരിയേ നമഃ. ഭഗവതിയുടെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് 69ാമത്തെ ശ്ലോകം. ആ കഴുത്തിൻ്റെ മനോഹാരിതയാണ് വീണ്ടും വർണ്ണിക്കുന്നത്. ഗളേരേഖാതിസ്രോഗതിഗമഗീതൈകനിപുണേ വിവാഹവ്യാനദ്ധ പ്രഗുണഗുണസംഖ്യാ പ്രതിഭുവ വിരാജന്തേ നാനാവിധമധുരരാഗാകരഭുവാം ത്രയാണാം ഗ്രാമാണാ സ്ഥിതിനിയമസീമാന ഇവദേ. ഗളേ രേഖാഃ തിസ്രഃ ഗതി ഗമക ഗീതൈകനിപുണേ വിവാഹവ്യാനദ്ധ പ്രഗുണഗുണസംഖ്യാ പ്രതിഭുവഃ വിരാജന്തേ നാനാവിധ മധുരരാഗാകരഭുവാം ത്രയാണാം ഗ്രാമാണാ സ്ഥിതിനിയമസീമാന ഇവദേ. കഴുത്തിൻ്റെ മനോഹരതയാണ് വർണ്ണിക്കുന്നത്. ഹേ ഗതി ഗമക ഗീതൈക നിപുണേ, അല്ലയോ സംഗീത വിദ്യയുടെ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഗതി ഗമകം ഗീതം എന്നിവയിൽ അതിസാമർഥ്യത്തോടു കൂടിയ ഭഗവതി തേ അങ്ങയുടെ വിവാഹവ്യാനദ്ധ പ്രഗുണഗുണസംഖ്യാ പ്രതിഭുവഃ വിവാഹകാലത്തിൽ ഭർത്താവായ കാമേശ്വരനാൽ കഴുത്തിൽ കെട്ടപ്പെട്ടവയായും, വിവാഹ സമയത്ത് കഴുത്തിൽ മംഗല്യസൂത്രം കിട്ടുമല്ലോ, അതുപോലെ തന്നെ ഭഗവാനും കെട്ടിയിട്ടുണ്ട്. അനേക തന്തുക്കൾ ഒന്നിച്ച് ചേർത്ത് പിരിച്ച 3 സരങ്ങളുടെ, അതായത് അനേക നൂലുകൾ ചേർത്ത് പിരിച്ചിട്ട് 3 ഇഴകളായിട്ട് സംഖ്യാപ്രതിനിധികളായുമിരിക്കുന്ന ഗളെ അങ്ങയുടെ കഴുത്തിലുള്ള തിസ്രഹ രേഖ. അത് 3 അമ്മയുടെ കഴുത്തിൽ 3 രേഖകളുണ്ട്. ചുറ്റിലും വളയമായിട്ട് 3 വളയം പോലെ 3 രേഖകളുണ്ട്. അത് ആ മംഗലസൂത്രത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. തിസ്രരേഖ 3 രേഖകൾ നാനാവിധ മധുര രാഗാകരഭുവാം പലവിധത്തിലുള്ള നല്ല രാഗങ്ങൾക്ക് വിളഭൂമികളായ ത്രയാണ ഗ്രാമാണ 3 സ്വരഗ്രാമങ്ങളുടെ സ്ഥിതി നിയമസീമാന ഇവ സ്ഥാന നിയമത്തിനുള്ള അതിർത്തി സ്ഥാനങ്ങളോ എന്ന് തോന്നുമാറ് വിരാജയതേ ശോഭിക്കുന്നു എന്ന് പറഞ്ഞു. അമ്മയുടെ കഴുത്തിലുള്ള മംഗലസൂത്രം കൂടാണ്ട് അമ്മയുടെ കഴുത്തിൽ 3 വരകളുണ്ട്. വരകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണൂലേ, ഇത് ഇവിടെ പറയുന്നത് ഈ ഗതി ഗമകം ഗീതം ഇങ്ങനെയുള്ള ആ 3 സംഗീതത്തിൻ്റെ കാര്യങ്ങളെ പറ്റിയാണോ എന്ന് ശങ്കിക്കുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ സ്ത്രീ പുരുഷന്മാർക്ക് 2 കൂട്ടർക്കുമായിട്ട് ചിലപ്പോൾ നെറ്റിയിലും കഴുത്തിലും വയറ്റത്തും 3 രേഖകൾ ചിലവർക്ക് ഉണ്ടാവാം. രേഖകൾ ഉണ്ടായിരുന്നാൽ അത് അവർക്ക് വലിയ സൗഭാഗ്യത്തെ സൂചിപ്പിക്കുന്നു എന്ന് പറയുന്നു. അത് നമ്മൾ ഗാന്ധിജിയുടെ നെറ്റിയൊക്കെ കണ്ടിട്ടില്ലേ, 3 വരകൾ, അതായത് ഭഗവാൻ 3 വരകളായിട്ട് ഭസ്മം ധരിക്കുന്ന പോലെ 3 വരകൾ നെറ്റി ഇങ്ങനെ മുകളിലോട്ടാക്കുമ്പോൾ 3 വരകൾ കൃത്യമായിട്ട് കാണാം. അതുപോലെ കഴുത്തിന് 3 വരകൾ ഉണ്ടാവുന്നതായിട്ട് കാണാം. ചില സ്ത്രീകൾക്ക് ഉണ്ടാവാം, ഭഗവതിക്കും ഉണ്ട് എന്ന് പറയുന്നത്. അതുപോലെ വയറ്റിന് 3 ചുളിവുകളായിട്ട് 3 വരകൾ എന്ന് പറഞ്ഞാൽ വരകളല്ല, അത് 3 ചുളിവുകളായിട്ട് കഴുത്തിന് വയറ്റത്ത് ഉണ്ടാവാം ചില സ്ത്രീകൾക്ക്. അതാണ് ഇവിടെ ഭഗവതിക്ക് അങ്ങനെ, അതാണ് അത് സൗഭാഗ്യത്തെ നൽകുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ഭഗവതിയുടെ കഴുത്തിനെ പറ്റിയാണ് പറയുന്നത്. ഗതി ഗമകം ഗീതം എന്നിങ്ങനെ 3 പിരിവുകളോട് കൂടിയ സംഗീത വിദ്യയിൽ അതിനിപുണയായ അല്ലയോ ഭഗവതി, വിവാഹ സമയത്തിൽ സ്വഭർത്താവായ കാമേശ്വരനാൽ, കാമേശ്വരൻ എന്ന് പറഞ്ഞാൽ പരമശിവൻ, കാമേശ്വരനാൽ കെട്ടപ്പെട്ടവയും അനവധി നൂലുകൾ കൂട്ടിപ്പിരിച്ചുണ്ടാക്കിയ 3 ഇഴ ചരടുകൾ ആണ് മംഗലസൂത്രമായിട്ട് കെട്ടിയിട്ടുള്ളത്. അത് സംഖ്യാപ്രതിനിധികളുമായ നിന്തിരുവടിയുടെ കഴുത്തിലെ 3 രേഖകൾ പലതരത്തിലുള്ള മനോഹര രാഗങ്ങളുടെ വിളഭൂമികളായ 3 സ്വരഗ്രാമങ്ങളുടെ സ്ഥിതിയെ നിയമിക്കുന്ന അതിർത്തി സ്ഥാനങ്ങളോ എന്ന് തോന്നുമാറ് ശോഭിക്കുന്നു എന്ന് പറയുന്നു. ഭഗവതിയുടെ കഴുത്തിലെ 3 വരകൾ എന്ന് പറഞ്ഞാൽ 3 വരകൾ മിക്കവാറും ആൾക്കാർക്ക് കാണാം. അത് ഭഗവതിയുടെ കഴുത്തിലുണ്ട്. അത് മംഗലസൂത്രവും അതിന് ചേർന്നിട്ട് ആ ഗീതം ഗമകം
ഗതിഗമകം ഗീതം എന്നിവയിൽ അതിസാമർഥ്യത്തോടു കൂടിയ ഭഗവതി, അതായത് ഈ നമ്മുടെ സ്വരത്തിൻ്റെ ഭംഗിയാണ് പറഞ്ഞത്. സംഗീത വിദ്യയാണ് ഇവിടെ പരാമർശിക്കുന്നത്. അത് ഭഗവതിയുടെ കഴുത്തിന് അത് ഉപമിച്ചും കൊണ്ട് പറയുന്നു. അതിർത്തി സ്ഥാനങ്ങളോ എന്ന് തോന്നിമാറ് ശോഭിക്കുന്നു. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഭഗവതിയുടെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കായേന വാചാ മനസേന്ദ്രിയർവ്യാം ബുദ്ധ്യാത്മനാ വാം പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീമന്നാരായണായേതി സമർപ്പയാമി. ശ്രീ മഹാദേവ്യേതി സമർപ്പയാമി. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യേ നമഃ. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.